ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് MSA മലയാളം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ബോട്ടായിട്ടുള്ള ഫോളോവേഴ്സിനെ നേടുക എന്നതാണ്. ബോട്ടായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീടുള്ള പോസ്റ്റ് കാര്യങ്ങൾക്കൊന്നും ലൈക്കില്ല. അപ്പോൾ വെറും ഒരു 100 അല്ലെങ്കിൽ 200 ഫോളോവേഴ്സ് കൂടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗായ്സ്, സാധാരണ വീഡിയോ പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതാ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ലൈവ് ഫോളോവേഴ്സാണ് ഇവിടെ 1161. അപ്പോൾ ഞാനിവിടെ പ്രൂഫ് കാണിക്കുകയാണ്. സെൻഡ് ഓർഡർ അപ്പോൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കൂടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഇതാ ഇവിടെ ഏതായാലും നമ്മളെ കോയിന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ നമുക്കിവിടെ കൂടുന്നതായിട്ട് കാണാം. ഈ ലൈക്ക് ഓൾറെഡി ഉള്ള കേട്ടോ, ലൈക്ക് ഇപ്പോൾ കയറിയതല്ല. ഓക്കെ, ഇതാ ഞാൻ ഇവിടെ റീഫ്രഷ് ആക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ബഗ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ലോഡായി കിട്ടാൻ വേണ്ടിയിട്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് 200 അല്ലെങ്കിൽ 150 ഒക്കെ വരെ ചിലപ്പോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് 100 തന്നെ കൃത്യമായിട്ട് തന്നെ കയറും. ചില സമയങ്ങളിൽ 100, 150, 200 ഒക്കെ കയറാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമായെന്ന് കരുതുന്നു. നമുക്ക് നമ്മളെ ആപ്പിൻ്റെ സെറ്റിങ്ങിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾ ഓജിൽ ചെയ്യാനായിട്ട് ഒരിക്കലും പറയത്തില്ല, കാരണം നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നതും കൂടി ചെയ്യുകയാണെങ്കിൽ വീഡിയോ കുറച്ചുകൂടി ലെങ്ത്ത് കൂടും. അപ്പോൾ എനിക്ക് കഴിയുകയാണെങ്കിൽ ഞാൻ ഐക്കാർഡിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അത് അറിയത്തില്ലെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മളങ്ങനെ ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഇതേപോലുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ആപ്ലിക്കേഷൻ തുറന്നാൽ ഇതേപോലുള്ള ഒരു അറബി എഴുത്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇങ്ങനെ കാണാം. അതിലെ ഈ ഇടത് ഭാഗത്തുള്ള ഈ സംഭവം ഉണ്ടല്ലോ, ഫാലനത്തോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ചേഞ്ച് ലാംഗ്വേജ് ഒന്ന് കാണാം. അവിടെ ഞാനിപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇതേപോലെ കാണാം, എ ന്യൂ വെർഷൻ ഓഫ് ദ പ്രോഗ്രാം ഹാസ് ബീൻ റിലീസ്ഡ്, പ്ലീസ് അപ്ഡേറ്റ് ദ സോഫ്റ്റ്വെയർ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതല്ലാട്ടോ യൂസ് ചെയ്യുന്നത്. നോട്ട് നൗ ക്ലിക്ക് ചെയ്യുകയാണ്. ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാണ്. ഞാനിവിടെ ലോഗിൻ വിത്ത് ന്യൂ മെത്തേഡാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതൊന്ന് ഇവിടെ ലോഡായി വന്നതിന് ശേഷം നമ്മളുണ്ടാക്കിയ ആ ഫേക്ക് ഇമെയിൽ ആൻഡ് പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യണം. സോ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത് നോക്കട്ടെ, പാസ്വേഡ് അറിയാലോ ഇല്ലേ. സോ പാസ്വേഡ് ഞാൻ മറന്നു പോയെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ പോയി എന്ന് വിചാരിച്ച അക്കൗണ്ട് എനിക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഇവിടെ കുറേ പരസ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വലിയ മെയിൻ്റൊന്നും ആക്കേണ്ടതേ ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കിതിൽ കോയിൻ ആഡ് ആക്കുന്ന സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ മേലെ ആകെ 10 കോയിനേ ആകെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടണം. അപ്പോൾ ഈ നീല കളർ കാണാം, ഫോളോ ആൻഡ് ഗെറ്റ് കോയിൻസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്തുള്ളൊക്കെ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിന് 2 മെത്തേഡാണ് നമുക്ക് ഈ ഫോളോവേഴ്സ് കൂടാനുള്ള മാർഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ചുവപ്പ് കളറുള്ള ഓട്ടോ ഫോളോ പ്ലസ് എന്നുണ്ടല്ലോ, ആ സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആൻറ്റി ബ്ലോക്ക് ഓണാക്കുക. 6 സെക്കൻഡൊക്കെ ഓണാക്കി ഇടണം നിങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻറ്റി ബ്ലോക്കായി വരും. ഓക്കെ, നിങ്ങൾ രാത്രിയൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 20 സെക്കൻഡ് ഓണാക്കി ഇടുക, എന്നിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ആയതിനു ശേഷം നിങ്ങളുടെ അവിടെ പോസായി നിൽക്കുകയുള്ളൂ, നിങ്ങൾ രാത്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കരുതിയാലും. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ഓളോ ഓഫ് ഈ ഓട്ടോമാറ്റിക് ഫോളോ പ്ലസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇത് ഇവിടെ സെൻറ്ററിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പണിക്ക് വേണമെങ്കിൽ പോകാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ 8 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു കോയിനായി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ 8 സെക്കൻഡിൽ അത് 2 മാറും. അങ്ങനെ അത് 2 മാറിയതിന് ശേഷം പെട്ടെന്ന് 34 മാറി. ഗൈസ്, ഇത് ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. അപ്പോൾ എന്തായാലും
ഇവിടെ 251 ആക്കിയിട്ട് ഞാൻ കാണിക്കാം എന്ന് കരുതിയപ്പോഴാണ് എൻ്റെയൊരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് മിസ്സായി പോയത്. അപ്പോൾ ഇവിടെ 200 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോളോ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഉള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുക. ഇത് ഫോളോവേഴ്സിൻ്റെ എണ്ണവും കോയിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ സീക്ക് ബാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ സംഭവമാണ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രൂഫ് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഈ ഭാഗത്ത് സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഏത് ഐഡിയിലേക്കാണ്, ഏത് യൂസർ നെയിമിലേക്കാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ യൂസർ നെയിം ഇവിടെ ഏറ്റവും മേലെയായിട്ട് കാണാം, അവിടെ 100 ആക്കി കൊടുക്കുക. സെൻഡ് ഓർഡർ ആൻഡ് ക്ലിക്ക് ആൻഡ് യെസ്. അപ്പോൾ ഇനി കാണാം നിങ്ങൾ കാത്തിരിക്കുന്ന 100 അല്ലെങ്കിൽ 200 150 ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: ടെമ്പ് മെയിൽ, നിട്രോ ഫോളോവേഴ്സ് ആൻഡ് ടെമ്പ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു എന്ന അറിയിപ്പുമായി ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.